أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29 അധ്യായത്തിൻ്റെ 56 മുതൽ 60 വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ സംസാരത്തിൽ അവസാനമായി നാം സൂചിപ്പിച്ചത് സത്യനിഷേധികളെ സംബന്ധിച്ച് അവർക്ക് ഭൗതികമായതോ അതല്ലെങ്കിൽ പാരത്രികമായോ ഒക്കെ ആയിട്ടുള്ള ശിക്ഷ അവരിലേക്ക് വരുമ്പോൾ അതവർക്ക് പ്രതീക്ഷിക്കാനാവാത്തതും അതിലുപരി അതവർക്ക് താങ്ങാനാവാത്തതുമാണെന്നും അള്ളാഹുവിൻ്റെ നരകമെന്നുള്ളത് ഒരിക്കലും അതവർക്ക് അനുഭവിച്ച് തീർക്കാൻ കഴിയാത്ത വിധത്തിൽ വിഷമം നൽകുന്ന കഠിനമായ ശിക്ഷയാണ് എന്നുള്ളതൊക്കെയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. ഇനി ആ നാരകീയമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിലേക്കൊക്കെ സൂചന നൽകിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വചനങ്ങളെയാണ് തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലെ 56-ാമത്തെ വചനം, യാ ഇബ്രാദിയല്ലദീന ആമനു ഇന്ന അർദി വാസിഅ ഫഇയ്യായ ഫഅബ്ദുൻ. വിശ്വസിച്ചവരായ എൻ്റെ അടിമകളെ, നിശ്ചയമായും എൻ്റെ ഭൂമി അത് വിശാലമാകുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുകയും. ഇതാണല്ലോ വചനാർത്ഥം. ഇവിടെ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം. ഒന്ന്, അള്ളാഹുവിൻ്റെ അഭിസംബോധന രീതി വിശ്വാസികളെ എന്നതല്ല, യാ ഇബാദി എൻ്റെ അടിമകളെ എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു ഉടമയും മനുഷ്യർ അടിമകളുമാണെന്ന് അള്ളാഹു പറയുന്നു അല്ലെങ്കിൽ സ്ഥാപിക്കുന്നു. ആ അള്ളാഹു ഉടമ ആയതിനാൽ അടിമ എന്ന നിലക്ക് അവനെ ആരാധിക്കുക എന്നത്, അല്ലെങ്കിൽ ആ ഉടമ കൽപ്പിക്കുന്നത് പറയുന്നത് അതുപോലെ അനുസരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മേൽ ബാധ്യതയുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ അടിമകളെ എന്ന പ്രയോഗത്തിൽ നിന്ന്. മാത്രമല്ല, മനുഷ്യനെ അടിമ എന്ന് വിളിക്കാൻ അവകാശം അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. വേറൊരാൾക്കും മനുഷ്യനെ അടിമ എന്ന് വിളിക്കാൻ അഭിസംബോധന ചെയ്യാൻ അർഹതയില്ല, അവകാശമില്ല. അത് അള്ളാഹുവിന് മാത്രമാണുള്ളത്. ആയതിനാൽ ആ ഉടമയായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിച്ചുകൂടാ എന്നൊക്കെയുള്ള ചില തത്വങ്ങളെയാണ് യാ ഇബാദി എന്നുള്ള ആ പദപ്രയോഗം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. തുടർന്ന് പറയുന്ന കാര്യം ഇന്ന അർദി വാസിയ എന്നാണ്. അതായത് എൻ്റെ ഭൂമി അത് അതിവിശാലമാണ്. അള്ളാഹു അവൻ ഉടമയായതിനാൽ അവനെ മാത്രം ആരാധിക്കണം, അനുസരിക്കണം. അവനെ അനുസരിക്കാൻ ജീവിക്കുന്ന നാടോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ തടസ്സം നിന്നാൽ, അവിടെയൊക്കെ തടസ്സങ്ങൾ നേരിട്ടാൽ പിന്നെ അവിടെ നിന്ന് മാറി അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട്, മാറി താമസിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ അവിടെ തന്നെ അള്ളിപ്പിടിച്ച് നിന്ന് അള്ളാഹുവിൻ്റെ ദീനിനെതിരെ, അള്ളാഹുവിനെതിരെ അനുസരണക്കേട് ചെയ്യുക, അങ്ങനെ ജീവിക്കുക എന്നല്ല വഴി. മറിച്ച് അതിനുള്ള വഴി ആ നാടും സംവിധാനങ്ങളൊക്കെ വിട്ട് നിങ്ങൾ യാത്ര പോവുക. അതാണ് ഹിജ്റ. ആ ഹിജ്റയിലേക്കാണ് ഇവിടെ സൂചന നൽകുന്നത് എൻ്റെ ഭൂമി വിശാലമാണ് എന്ന് പറഞ്ഞത്. മക്ക രാജ്യത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളായ ആളുകളും ജീവിക്കുമ്പോൾ ഏകനായ രക്ഷിതാവിനെ മാത്രം ആരാധിക്കാൻ അവർക്ക് തടസ്സം നേരിട്ടപ്പോഴാണല്ലോ ആദ്യമായി അബിസീനിയയിലേക്കും ശേഷം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവർ മദീനയിലേക്കുമൊക്കെ ഹിജ്റ പോയിട്ടുള്ളത്. അവർ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിക്കാനുള്ള ഒരു ഇടം കണ്ടെത്തി
പോവുക, അത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. അതാണ് ഹിജ്റ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 97-ാമത്തെ വചനം പ്രഖ്യാപിക്കുന്നുണ്ട്, മനുഷ്യന്മാരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ ളാലിമീങ്ങളായ ആളുകളോട് ചോദിക്കുന്നതാണ്. എന്താ ചോദിക്കുക? ഖാലു ഫീമ കുന്തും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു, ഇവിടെ എങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ഖാലു കുന്ന മുസ്തദ്അഫീൻ, അവർ പറയുന്ന ഞങ്ങൾ വളരെ ദുർബലരായിട്ടുള്ള ആളുകളായിരുന്നു, ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. അപ്പോൾ തിരിച്ചു മലക്കുകൾ ചോദിക്കുന്ന രംഗുന്നുണ്ട്, അലം തകുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫിഹാ, അള്ളാഹുവിൻ്റെ ഭൂമി അതിവിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നിങ്ങൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാമായിരുന്നില്ലേ എന്നവർ ചോദിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഹിജ്റയെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അൽ ഹിജ്റത്തു ദുർബാനി, ഹിജ്റ എന്നുള്ളത് രണ്ടിനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒന്ന് അത് ലാഹിറ, പ്രത്യക്ഷമായ ഹിജ്റ. രണ്ട് അത് ബാത്തിന, പരോക്ഷമായിട്ടുള്ള ഹിജ്റ. പ്രത്യക്ഷമായിട്ടുള്ള ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് റബ്ബിൻ്റെ ദീനനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ യോഗ്യമായ ഒരു യാത്ര. ബാത്തിനായ ഹിജ്റ എന്ന് പറഞ്ഞാൽ അത് ഹജറമാനഹല്ല, അള്ളാഹു എന്താണോ നമ്മോട് വെടിയാൻ കൽപ്പിച്ചത് അതൊക്കെ വെടിഞ്ഞ് ജീവിക്കലാണ്. അതായത് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി സൽക്കർമ്മങ്ങൾ മാത്രമായിട്ടുള്ള ജീവിതം, അതിലേക്കുള്ളൊരു യാത്ര പോക്ക്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ നിലക്കും 2 ഹിജ്റകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി വചനം 57 വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, തീർച്ചയായും ഓരോ ആത്മാവും, എല്ലാ ആത്മാക്കളും മരണത്തെ ആസ്വദിക്കും. സുമ്മ ഇലൈനാ തുർജഊൻ, പിന്നീട് നമ്മിലേക്കായിരിക്കും അവരുടെ മടക്കം. ഇവിടെ എന്തിന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം? നേരത്തെ പറഞ്ഞല്ലോ ഫയ്യായ ഫഅ്ബുദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾ എന്തിനു മാറി താമസിക്കണം എന്നതിൻ്റെയൊക്കെ പ്രസക്തി വിളിച്ചോതുന്നൊരു വചനാണിത്. ഓരോ മനുഷ്യനും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. ശേഷം വരുന്ന ബർസഖും അക്ഷറയും ഒക്കെ കണക്ക് നോക്കുമ്പോൾ അവിടെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരിടത്തേക്ക് സ്വന്തം സ്വദേശം വിട്ട് പോവേണ്ടി വന്നാൽ ആ യാത്ര നിങ്ങൾ അനിവാര്യമായി നടത്തണമെന്നുള്ള നിർബന്ധാവസ്ഥയാണ് ഇവിടെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതായത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരു യാത്ര ഉണ്ട്, അതിനു മുമ്പേ നിങ്ങൾ യാത്ര പോകേണ്ടിടത്തു നിന്ന് യാത്ര പോകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. മറ്റൊന്നുള്ളത്, മനുഷ്യൻ നാട് വിട്ടാലും വീട്ടിലേക്ക് അവനെ മരണം പിടികൂടുന്നുള്ളതാണ്. ആയതിനാൽ കൂടുതൽ ആയുസ്സൊന്നും ഒരാൾക്കും അള്ളാഹു നൽകുന്നില്ല, അനുവദിച്ചിട്ടില്ല. ഉള്ള ആയുസ്സിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള വിഭവം ഒരുക്കണം, സാദ് ഒരുക്കണം, ഭക്ഷണം ഒരുക്കണം എന്നുള്ളതിലേക്കുള്ള ഒരു ആഹ്വാനം നൽകലാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഹിജ്റ പോകലൊരു യാത്രയാണ്. അതിനേക്കാൾ വിഷമം നൽകുന്നതാണല്ലോ മരണപ്പെട്ടു പോവുക, തിരിച്ച് ഇനി ഒരു മടക്കമില്ലാത്ത യാത്ര നടത്തുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഒരു യാത്രയിലാണ് എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് അവൻ ഹിജ്റയുടെ കാര്യത്തിൽ മടി കാണിക്കുന്നത്? മനുഷ്യൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ അവൻ ഒരു യാത്രക്കാരനാണ്, എവിടെയും അവന് സ്ഥിരമായി നിൽക്കുന്നില്ല, അവനെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലേക്കുള്ള യാത്രയിലാണെന്നാണ്. അപ്പോൾ ആ ജീവിത യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവേണ്ടി വന്നാൽ പിന്നെ എന്തിനാണ് അതിന് മടി കാണിക്കുന്നത് എന്നുള്ള ഒന്നാണ്. ആ യാത്രയെ സൂചിപ്പിക്കുന്നതാണ് ഈ മരണം എന്നുള്ള നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കാൻ പലരും കാരണമായി കാണുന്നത് ഐഹിക ജീവിതത്തിൻ്റെ വിഭവ നഷ്ടമാണ്. അതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അല്ലേ, ജീവനും സമ്പത്തും കുടുംബമൊക്കെ ഭീഷണിയാണ്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ പല ആളുകൾക്കും പ്രയാസമാണ്, മടിയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ നഷ്ടം വരുത്തുന്ന മരണം നിങ്ങൾക്ക് വരാനില്ലേ? മരണം നിങ്ങൾക്ക് ഏത് സമയത്ത് എങ്ങനെ എപ്പോൾ വരും എന്നറിയില്ല. അത് പിടിക്കുമ്പോൾ അതോടുകൂടി എല്ലാം നഷ്ടപ്പെടുകയാണ്. ആ മരണം മുന്നിലുണ്ടായിരിക്കുക നിങ്ങൾ എന്തിനാണ് പിന്നെ താൽക്കാലികമായ നഷ്ടങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഐഹിക ജീവിതത്തോട് അമിത സ്നേഹം കാണിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ പരലോക ജീവിതത്തെ ഓർമ്മപ്പെടുത്തലാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി വചനം 58 വരികയാണെങ്കിൽ അവിടെ അള്ളാഹു പറയുന്നത്, ഈ മരണം എല്ലാവരെയും പിടികൂടുമെന്ന് പറഞ്ഞല്ലോ. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, അതാണ് സമർത്ഥിക്കുന്നത്. ഇലൈന തുർജഊൻ, നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. അപ്പോൾ ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് ആരാണ് നാളെ അവിടെ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നവർ എന്ന് പഠിപ്പിക്കുന്ന വചനമാണ് 58. ഇങ്ങനൊരു യാത്രയിൽ
അവസാനം ആ യാത്ര അവസാനിക്കുന്നത് അള്ളാഹുവിനെ മുട്ടുന്നതോടുകൂടിയാണ്. ആ കണ്ടുമുട്ടലിൽ ആരാണ് വിജയികളാവുന്നത്? നട്ടക്കാരായി ഭവിക്കാത്തവർ, മാറാത്തവരാരാണ്? അവരെ ക്വാളിറ്റിയാണ് പറയുന്നത്. ഒന്ന്, വല്ലദീന ആമനു, അവർ വിശ്വാസികളായിരിക്കണം. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരായിരിക്കണം എന്നാണ്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് പല വിധേനയുണ്ട്. അള്ളാഹുവേ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അള്ളാഹു ഉണ്ട്, പക്ഷെ അള്ളാഹുവിനെ കൊണ്ട് മാത്രം പോരാ, അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ചിലരിലൂടെ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇതൊന്നും തന്നെ ഇസ്ലാം അനുവദിക്കുന്ന വിശ്വാസമല്ല, ഈമാനല്ല. ഇസ്ലാം പറയുന്നത് അള്ളാഹു മാത്രം മതി എന്ന വിശ്വാസമാണ്. അള്ളാഹു അവൻ മാത്രം മതി, അവൻ ഏകനാണ്, അള്ളാഹു മതിയായവനാണ് എന്ന രീതിയിലുള്ള ആ ഈമാൻ, കറകളഞ്ഞ നിഷ്കളങ്കമായ ഈമാൻ ഉറച്ചവരായിരിക്കണം. അതിൽ അടിയുറച്ച് നിൽക്കും വേണം. ശേഷം അവൻ അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ എന്ന നിലക്ക് അവൻ്റെ ജവാരിഹുകളിൽ നിന്ന്, അവൻ്റെ ഭാഗങ്ങളിൽ നിന്ന് കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും കർമ്മങ്ങളും സൽക്കർമ്മങ്ങളായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കാരണം ദുഷ്കർമ്മങ്ങൾ നരകത്തിലേക്കുള്ളതാണ്, സൽക്കർമ്മങ്ങളെന്ന് വിചാരിച്ച് ചെയ്യപ്പെടുന്ന ബിദ്അത്തുകളും നരകത്തിലേക്കുള്ളതാണ്. അപ്പോൾ രണ്ടും സംഭവിച്ചുകൂടാ, സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കണം. ഈ രണ്ട് ക്വാളിറ്റിയാണ് ഈ ആളുകൾക്ക് നാളെ രക്ഷപ്പെടാനുള്ള കാര്യമായിട്ട് പറയുന്നത്. ഇനി പറയുന്നത് വചനത്തിൽ ഇങ്ങനെയൊക്കെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ക്വാളിറ്റി കീപ്പ് ചെയ്താൽ അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ആ സുഖ സൗകര്യങ്ങളാണ് പറയുന്നത്. ഔറഫ, അവർക്ക് വീടുകളിൽ ഏറ്റവും മുന്തിയത്. നാളത്തെ വീടിൻ്റെ ഒരു വിശേഷണം പറയാണ്. ഉയർന്ന തട്ടിലുള്ളതാണത്, ഉന്നത സൗധങ്ങളാണത്. അതായത് ഉള്ള വീടുകളിൽ ഏറ്റവും മുന്തിയതിനാണ് ഔറഫ് എന്ന് പറയും. അങ്ങനെയുള്ള വീടുകൾ, താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികൾ, എന്നെന്നും അതിനെ ആസ്വദിക്കാവുന്ന രീതിയിൽ അവർക്ക് നിത്യവാസികളായിട്ട് അവിടെയുള്ള അനശ്വരകാലം, അതാണ് ഖാലിദീൻ, ഖുൽദായിരിക്കും അവർ അവിടെ ആ സ്വർഗീയ ലോകത്ത് എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഭൂമിയിൽ മനുഷ്യൻ യാത്രക്കാരാണ്. അവൻ വീട് വിട്ട് ഇറങ്ങേണ്ടവനുമാണ്, നിർബന്ധമായും വീട് വിട്ട് ഇറങ്ങേണ്ടവനാണ്. മരണമെങ്കിലും വരുമ്പോൾ അവൻ എന്തായാലും ആ ഇറക്കം നിർബന്ധമാണല്ലോ. അപ്പോൾ ഈ ദുനിയാവ്, ഭൂമി എന്നുള്ളത് വെറും നശ്വരമായ നിമിഷങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് വീട് വിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല, പിന്നൊരു മരണമല്ല, അവൻ്റെ സുഖങ്ങൾക്ക്, ആസ്വാദനങ്ങൾക്ക് ഒരു അറുതിയുമില്ല, വിഷമങ്ങൾ അവനെ തൊട്ട് തീണ്ടുന്നില്ല. ഇങ്ങനൊരു ലോകം അവന് വരാനുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ആ സ്വർഗം എന്ന് പഠിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതൊക്കെ വിഷമമുള്ള കാര്യങ്ങളായിരുന്നു. അത്ര ഒന്നുമില്ലാത്ത ഒരു ലോകത്തേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. അതാണ് അവർക്കുള്ള പ്രതിഫലം. അതിൻ്റെ പ്രത്യേകതയാണ് ഈ 2-3 ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ അവൻ നൽകുന്ന സ്വർഗങ്ങളുണ്ടല്ലോ, സ്വർഗസുഖങ്ങളുണ്ടല്ലോ, ആസ്വാദനങ്ങൾ, അത് വിവരണാതീതമാണ്, അത് വർണ്ണനാതീതമാണ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ്. അതുകൊണ്ടാണ് ആ ആയത്തിനെ അവസാനിപ്പിച്ചപ്പോൾ നിഅമ അജ്റുൽ ആമിലീൻ, നിഅമ അജ്റുൽ ആമിലീൻ, സൽക്കർമ്മം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അത് വളരെ വിശിഷ്ടമാണ്, അത് വിശേഷിപ്പിക്കാനാവാത്തതാണ് എന്നുള്ളതാണ് നിഅമ എന്ന പദപ്രയോഗം കൊണ്ട് നടത്തിയിട്ടുള്ളത്. അപ്പം അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു അനുഭവമാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. ഇനി തുടർന്ന് വരുന്ന വചനം 59-ാമത്തെ വചനമാണ്. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സഹനം കൈകൊള്ളുന്നവരും കാര്യങ്ങളൊക്കെ തൻ്റെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരുമാണ് എന്നുള്ളതാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനൊരുങ്ങുക, അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവുക, വേണമെങ്കിൽ നാട് തന്നെ വിട്ടുപോകാനും എല്ലാം ഉപേക്ഷിച്ചു പോകാനും ഈ ആളുകൾ തയ്യാറാണ്. ഇതാരെപ്പറ്റി പറയുന്നതാ? സത്യവിശ്വാസികളായ ആളുകളുടെ കാര്യങ്ങളാണ് നേരത്തെ മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് അവരെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ്. സ്വന്തം ജീവിതം, ഒരു നാട്, പിറന്ന നാട് വിട്ടിട്ട് കുടുംബം അല്ലെങ്കിൽ ആ നിലക്കുള്ള അനുഭവങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക്, എന്തെന്നറിയാത്ത, പരിചയമില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ പ്രയാസം തന്നെയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇത് പ്രയാസമാവുന്നില്ല. ആരെ സംബന്ധിച്ച്? നേരത്തെ പറഞ്ഞ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവർക്കിത് വിഷമമായിട്ട് തോന്നണില്ല. കാരണം അവർ ഏറെ ക്ഷമ കൈകൊള്ളുന്ന ആളുകളാണ്, ഈമാനുള്ളവരാണ്, റബ്ബിലേക്കൊക്കെ അവർ കാര്യങ്ങൾ തവക്കൽ ചെയ്ത ആളുകളാണ്. അപ്പം എല്ലാം സഹിക്കാൻ തയ്യാറായ, എല്ലാം ക്ഷമിക്കാൻ തയ്യാറായ, നേരത്തെ പറഞ്ഞ ഏറ്റവും വിശേഷിപ്പിക്കാനാവാത്ത അനുഭൂതികളും ആസ്വാദനങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു സ്വർഗത്തെ ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കിതൊരു വിഷമമല്ല. കാരണം അവരെ ഈ ഒരു നിലയ്ക്ക് എത്തിച്ചിട്ടുള്ളത് അവരിൽ 2 വിശേഷണങ്ങളുണ്ട്. ആ മുഅ്മിനീങ്ങളിൽ 2 വിശേഷണങ്ങളുണ്ട്. സ്വർഗം കിട്ടാൻ 2 കാരണങ്ങളാണ്. ഒന്ന് ഈമാന്, മറ്റൊന്ന് അമലു സ്വാലിഹാത്ത്. ഇങ്ങനെ ഈമാനുള്ളവരായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായി മാറാൻ
അവർക്ക് 2 ഗുണവിശേഷങ്ങൾ അനിവാര്യമാണ്. അതാണ് ആ വചനം, 59-ാമത്തെ വചനം. സബറു, അവർ ക്ഷമിക്കുന്നവരാണ്. യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കുടുംബമല്ല, അവരുടെ നാടല്ല, അവരുടെ വീടല്ല, അവരുടെ സമ്പത്തല്ല, അവരുടെ ഉപജീവനല്ല, ഇതൊന്നല്ല അവരുടെ അവലംബം, ഇതൊന്നല്ല അവരുടെ തവക്കുല്. അവരുടെ തവക്കുല് അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ അവലംബിക്കുന്നവർക്ക് എന്താ? നാട് വിട്ടാൻ മറ്റൊന്നിനെയും അവലംബിക്കാത്ത, മറ്റൊന്നിനെയും തവക്കുൽ ചെയ്യാത്ത ആളുകൾക്ക് പിന്നെന്താണ് നാട് വിട്ടുപോകാൻ പ്രയാസമുള്ളത്? എന്ത് മടിയുണ്ടാവുക? ഒരിക്കലുമില്ല. അവരതിന് റെഡിയാണെന്ന. ആ യാത്രക്കിടയിൽ അവർക്ക് സംഭവിക്കുന്ന വിഷമങ്ങളൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും സ്വർഗമെന്ന മഹത്തായ പ്രതിഫലത്തെ ആലോചിച്ച് അതൊക്കെ സന്തോഷമായിട്ട് മാറാനും. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു മുള്ള് തറച്ചാൽ പോലും അതവന് ക്ഷമിച്ചിട്ട് അതുകൊണ്ട് സ്വർഗം വാങ്ങാൻ തയ്യാറാകുന്നവനാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന, അതിന് മനസ്സ് വിശാലമായ പാകപ്പെട്ട സബർ എന്ന ഗുണവിശേഷത്തെ സംശീകരിച്ചിട്ടുള്ള ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് എന്താണ് അവന് പിന്നുള്ളത്? വിഷമം ഇല്ല. അതൊന്നൊരു വിഷമമായിട്ട് അവന് തോന്നൂല എന്നാണ്. കാരണം ഈ 2 ക്വാളിറ്റികൾ, സബറു യതവക്കലൂൻ, അവന് ഉന്നത സൗദവും അനശ്വരമായ ആസ്വാദനങ്ങളും സ്വർഗീയ ആരാമത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു വിശ്വാസിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസിയെ സംബന്ധിച്ച് ഈ അനിവാര്യമായ 2 ഗുണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത്. ഇതാണ് അവനെ, ആ 2 ഗുണങ്ങളാണ് അവനെ ഇത്തരം നന്മകളിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇവിടെ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ വിഷമം സഹിക്കുക എന്നുള്ളത് സ്വാഭാവിക. ഏതൊരു അമല് ചെയ്യണമെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രയാസം, ശാരീരികമായിട്ട്, സാമ്പത്തികമാവട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഉറക്കൊഴിച്ചിട്ടും അല്ലാതെയും കാലാവസ്ഥ അതൊക്കെ പ്രതികൂലമായി വരുമ്പോഴൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് അല്പം വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ സബർ എന്നുള്ള ക്വാളിറ്റിയുള്ള ഒരാളെ സംബന്ധിച്ച് സൽക്കർമ്മങ്ങളിലൊക്കെ അവൻ്റെ വിശ്വാസം എപ്പോഴും നിലനിർത്തി, അള്ളാഹ് നല്ലത് തരുമ്പോഴും ആ വിശ്വാസം, അള്ളാഹ് പ്രയാസം തരുമ്പോഴും അതേ വിശ്വാസം, അത് നിലനിർത്തണമെങ്കിൽ കുറച്ച് സബർ വേണം. അപ്പോൾ ആ ആൾക്ക് ഉണ്ടായിരിക്കേണ്ട, അതായത് കൃത്യമായൊരു മുഅ്മിനായി ജീവിച്ച് മരിക്കണമെങ്കിൽ സബർ ഉണ്ടെങ്കിൽ തീരുള്ളൂ എന്നാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് പറഞ്ഞത്. അവൻ്റെ കാര്യങ്ങളെല്ലാം റബ്ബിൽ ഏൽപ്പിച്ചവനാണെങ്കിൽ പിന്നെ അവന് ഭൗതികമായ ഒന്നിനെയും അവന് പേടിക്കേണ്ടതോ ആ നിലക്ക് ആലോചിച്ച് വിഷമിക്കേണ്ടതോ അല്ല. അതുകൊണ്ട് ആ 2 നല്ല ഏറ്റവും ഉദാത്തമായ ക്വാളിറ്റികൾ പറഞ്ഞു. ഇനി വചനം 60ലേക്ക് വരുമ്പോൾ 60-ാമത്തെ വചനം അള്ളാഹു പറയുന്നത്, വകഅയ്യിൻ ദാബ, എത്രയെത്ര ജീവികളാണുള്ളത്, ലാ തഹ്മിലു റിസ്ഖഹ, അവയൊന്നും അവയുടെ ഭക്ഷണം സ്വന്തം അവർ വഹിക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കില്ല. യർസുഖുഹ, അവയൊക്കെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു യർസുഖുഹ വയ്യാക്കും, മനുഷ്യരെ നിങ്ങളെയും ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ 2-3 നിലക്ക് ഇതിലെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാമെന്നുള്ളതാണ്. അതിലൊന്ന്, ലോകത്തുള്ള സകല ജന്തുജാലങ്ങളുടെയും ആഹാരദാതാവ്, അന്നദാതാവ് അത് അള്ളാഹുവാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. കൂട്ടത്തിൽ മനുഷ്യരെ എന്ന് പറഞ്ഞല്ലോ, വയ്യാക്കും, നിങ്ങളുടെയും അന്നദാതാവ് അള്ളാഹുവാണ്. അതായത് മറ്റൊരാളും തന്നെ നിങ്ങൾക്ക് ആഹാരം നൽകാനില്ല, അള്ളാഹു മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുക. ആയതിനാൽ മുകളിൽ പറഞ്ഞ ഫഇയ്യായ ഫഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം എന്നവിടെ സൂചിപ്പിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം ആ വചനത്തിൽ മനസ്സിലാകുന്നത്. രണ്ടാമത്തത്, എന്തിനാണ് ഇവിടെ ആദ്യം മൃഗങ്ങൾ അല്ലെങ്കിൽ ജന്തുജാലങ്ങളെ ദാബത്ത് എന്ന് പറഞ്ഞത്? പിന്നെയാണല്ലോ വയ്യാക്കും, മനുഷ്യരെ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ അന്നാന്നുള്ള ഭക്ഷണം അന്നാന്ന് കണ്ടെത്തി ഉപജീവനം നടത്തുന്ന ജന്തുജാലങ്ങളാണ് കൂടുതലുള്ളത്. വളരെ കുറച്ച് ജീവജാലങ്ങൾ മാത്രമാണ് ഇങ്ങനെ ശേഖരിച്ച് ഒരുക്കി വെക്കുക എന്നുള്ള സ്വഭാവമുള്ളത്. ബാക്കിയൊക്കെ അന്നാന്നുള്ളത് അന്നാന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ അവയൊന്നും തന്നെ റിസ്കിൻ്റെ കാര്യത്തിൽ ഒരു വെപ്രാളവും കാണിക്കുന്നില്ല, ഒരു പട്ടിണി ഭയം അവർക്കില്ല, ഒരു ബേജാറുമില്ല. അവ രാവിലെ എന്ത് ചെയ്യുന്നു? ഒട്ടിയ വയറുമായിട്ട് അവ പുറപ്പെട്ടു പോകുന്ന കൂടുകളിൽ നിന്ന് ശേഷം അവ വയറ് നിറച്ച് വൈകുന്നേരങ്ങളിൽ തിരിച്ചു വരികയും ചെയ്യുന്നു. എന്നാലും മനുഷ്യനുണ്ടല്ലോ, അവ ഇങ്ങനെ റിസ്ക്കിൻ്റെ കാര്യം ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചിട്ട് വളരെ വെപ്രാളം കാണിക്കുക, അങ്ങനെ പൊറുതികേട് കാണിക്കുക. അതും അന്നന്നത്തുള്ളതല്ല, അതിൻ്റെ പിറ്റേന്നുള്ള കാര്യമല്ല. അവൻ ആലോചിക്കുന്നത് വിദൂരമായ വർഷങ്ങളിലേക്കുള്ളതാണ്. അത് ആലോചിച്ചിട്ട് അതിൻ്റെ പിന്നിൽ വെപ്രാളമായിട്ട് അങ്ങനെ അവസാനം ദൈവിക നിയമങ്ങളെപ്പോലും അവൻ പലപ്പോഴും മറികടക്കാണ്. എന്ത്? വിദൂരമായ വർഷങ്ങളിലേക്കുള്ള അവൻ്റെ റിസ്ക്കിനെയും അവൻ്റെ സൗകര്യങ്ങളെയും അവൻ്റെ ജീവിതത്തേക്ക് ആലോചിച്ചിട്ട് ആളിങ്ങനെ പലപ്പോഴും ദൈവിക നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അവൻ്റെ കച്ചവടത്തിൽ, അവൻ്റെ ഉപജീവനത്തിൽ അവൻ ഹലാലും ഹറാമൊക്കെ നോക്കാതെ ഇടപെടുക. കാരണം വിദൂരമായ വർഷങ്ങളിലേക്കാണ് അവൻ്റെ കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജന്തുജാലങ്ങളെ വെച്ചിട്ട് അള്ളാഹു മനുഷ്യരുടെ കാര്യത്തിൽ പറയുകയാണ്, എന്ത്? നിങ്ങളെ ഉപജീവനം അള്ളാഹിൻ്റെ അടുത്താണുള്ളത്. നിങ്ങളിങ്ങനെ ദൈവിക നിയമങ്ങളൊക്കെ മറികടന്ന്
ആ ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ച് വിഷമാനുഭവിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ആ മൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട്, ജന്തുജാലങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ വഹുവ സമീഉൽ അലീം എന്ന് പറയുന്നുണ്ട്. അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. അത് അവനെല്ലാം അല്ലെ, ഓരോ ജന്തുവിൻ്റെയും, മനുഷ്യൻ്റേത് മാത്രമല്ല, ഓരോ ജന്തുവിൻ്റെയും എല്ലാ ജീവികളുടെയും അവ എവിടെയാണെന്നും എന്താണ് അവക്ക് ആവശ്യമെന്നും എന്തെല്ലാം എപ്പോൾ എങ്ങനെ അവക്ക് ലഭ്യമാക്കണമെന്നും ഒക്കെ അറിഞ്ഞ് ചെയ്യാൻ കഴിവുള്ളവനാണ് റാസിഖായ അള്ളാഹ്. അതറിഞ്ഞ് ചെയ്യാൻ കഴിവുള്ളവൻ തന്നെയാണ് റാസിഖായ അള്ളാഹ്. പിന്നെന്തിന് നിങ്ങൾ ആ കാര്യത്തിൽ ആലോചിച്ച് വിഷമിക്കണം എന്ന രീതിയിലുള്ള ഒരാശ്വാസ വചനം ഭാഗം സംസാരം കൂടെയാണ് ഈ വചനത്തിൻ്റെ അവസാനത്തിലുള്ളത് എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടെ അതുള്ളത്, ഈ ആയത്തുകൾ മുൻകഴിഞ്ഞ വിഷയമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കുകയാണെങ്കിൽ ഹിജറയെ പറ്റിയിട്ടാണല്ലോ സംസാരിച്ചിങ്ങനെ വന്നത്. സാധാരണ ഹിജറ പോകാനുള്ള മടി എന്താണ് മാറി നിൽക്കാനുള്ള കാരണം, എന്താണ് പേടിച്ചു നിൽക്കുന്നത്? തൻ്റെ ഉപജീവനം, തൻ്റെ വിഭവങ്ങൾ, പട്ടിണി, അല്ലേ, ഇതൊക്കെയാണല്ലോ ഒരാളെ ഹിജറ പുറപ്പെട്ടു പോകൽ നിന്ന് തടസ്സം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ പേടിപ്പിച്ചു നിർത്തുന്നത്, ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കുന്നത്. എന്നാൽ നിങ്ങളൊരു ഭയവും ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് എവിടെ പോയാലും, എവിടെ നിങ്ങൾ ചെന്നാലും, നിങ്ങൾ പോയാലും ശരി പോയിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് കണക്കാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തരും. അവനാണ് റാസിഖ്. അള്ളാഹു റാസിഖാവുന്നിടത്തോളം കാലം നിങ്ങളത് ഭയപ്പെടേണ്ടതില്ല. അവൻ്റെ ഭാഗത്തു നിന്നാണ് അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ നൽകാനുള്ളത് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ അതാലോചിച്ച് വിഷമിച്ച് നിങ്ങളെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഇനി ഇതൊക്കെ വിചാരിച്ച് നിങ്ങൾ പോകാതിരുന്നാലോ എല്ലാ വിഭവങ്ങളും ഏറെ സമൃദ്ധമായി സുഭിക്ഷമായി നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അവൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങളുടെ റിസ്ഖ് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം ഹൂദിൻ്റെ 6-ാമത്തെ വചനത്തിൽ വളരെ സുന്ദരമായി ഈ ഭാഗത്ത് അല്ലാഹു ചിത്രീകരിക്കുന്നുണ്ട്. വമാ മിൻ ദാബ ഫിൽ അർള്, ഭൂമിയിൽ ഒരു ജന്തു ഇല്ല കേട്ടോ, ഇല്ല അലല്ലാഹി റിസ്ഖുഹ, അവയുടെ ഉപജീവനത്തിൻ്റെ ഉത്തരവാദിത്തം അള്ളാഹ് ഏറ്റെടുത്തതല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മേലല്ലാതെ വേറെ ഒരാളും ഇല്ല. അങ്ങനെ ഒരു ജീവിയില്ല അള്ളാഹ് അല്ലാത്തവർ റിസ്ക് കൊടുക്കുന്ന. വയഅലമു മുസ്തഖറഹ വ മുസ്തഉദഅഹ, അവയുടെ താമസ സ്ഥലം എവിടെ എന്ത് സൂക്ഷിച്ചു വെക്കുന്നു എന്ന് പോലും റബ്ബിനറിയാം. എന്നുപോലും കണ്ട, അപ്പം എവിടെ വെച്ച് എന്ത് എങ്ങനെ എല്ലാം റബ്ബിനറിയാമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നു. അത് വിചാരിച്ചിട്ട് നിങ്ങളുടെ കർമ്മങ്ങളിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യമായ അനിവാര്യമായ ഹിജറ യാത്രകൾക്കോ ഒന്നും തടസ്സമാവരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ആലം. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.